ഇന്ത്യയുടെ തൊഴിലാളി ഫാക്ടറിയാണ് രാജ്യത്തെ ഏറ്റവും ദരിദ്ര സംസ്ഥാനമായ ബീഹാർ. ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് ആവശ്യമായ തൊഴിലാളികളെ വിതരണം ചെയ്യുന്ന രണ്ടാമത്തെ കേന്ദ്രം. വികസനത്തിന്റെ വെളിച്ചം പോലും എത്തിക്കാതെയാണ് നിതീഷ് കുമാർ എന്ന മുഖ്യമന്ത്രി ബീഹാറിലെ ആജീവനാന്ത മുഖ്യമന്ത്രിയായത്. ഇന്നും ജാതീയത കൊടികുത്തി വാഴുന്നതുകൊണ്ട് ജാതിയിലെ മേലാളന്മാർ എന്ന് പറയുന്നു. അതാണ് ബീഹാറിലെ വേദവാക്യം. അതിനനുസരിച്ച് ഗ്രാമങ്ങളിലേക്ക് റോഡുകൾ പോലും എത്തും. ആകെയുള്ള സിമന്റ് റോഡ് പോലീസിന് വരാൻ വേണ്ടി മാത്രം ഉള്ളതാണ്. ഈ രാജ്യത്തെ ജനാധിപത്യത്തിനും ഒപ്പം ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടും വർഷങ്ങൾ ഒരുപാട് കഴിയുമ്പോഴും തങ്ങൾ ആർക്കാണ്, എന്തിനു വേണ്ടിയാണ് വോട്ട് ചെയ്യുന്നത് എന്ന് പോലും അറിയാത്ത കുറെ ജനതകളാണ് ബീഹാറിൽ ജീവിക്കുന്നത്. നല്ല സ്കൂളുകൾ പോലുമില്ല, പിന്നെയല്ലേ ഉന്നത വിദ്യാഭ്യാസം. ഇതാണ് സത്യത്തിൽ ബീഹാറിന്റെ യഥാർത്ഥ ചിത്രം എന്നിരിക്കെ നവംബർ 6-ന് നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് വളരെ പ്രാധാന്യമുള്ളതാണ്. അവിടെ ഇന്ത്യ മഹാസഖ്യം തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ബീഹാറിന്റെ യഥാർത്ഥ ചിത്രം തുറന്നുകാട്ടിയാണ്. ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, വിദ്യാഭ്യാസമില്ലായ്മ തുടങ്ങി ഒരു മനുഷ്യന്റെ അത്യന്താപേക്ഷിതമായതൊന്നും ബീഹാറിൽ NDA സർക്കാർ നടപ്പിലാക്കി കൊടുത്തിട്ടില്ല. അവസാന നിമിഷം ആര് പണം അധികമായി നൽകുന്നു അവർക്ക് വോട്ട്. ഇതാണ് ബീഹാറിന്റെ മണ്ണിലെ ജനാധിപത്യവും വോട്ടവകാശവും. അവിടേക്കാണ് രാഹുൽ ഗാന്ധി രണ്ടും കൽപ്പിച്ചിറങ്ങിയത്. പിന്നാലെ ഇപ്പോൾ സോണിയാഗാന്ധി കൂടി അവസാന നിമിഷത്തെ വട്ടമുരുക്കലിനായി ഇറങ്ങിത്തിരിക്കുമ്പോൾ രാഹുലിനെയും പ്രിയങ്കയെയും കടത്തി വെട്ടിക്കൊണ്ട് 40 പേരെ കൂടി സോണിയാഗാന്ധി ഇറക്കുകയാണ്. ഇത്തവണ സീറ്റുകൾ വാരി കൂട്ടിയിട്ടില്ല കോൺഗ്രസ്. പകരം കണക്ക് കൂട്ടി തുലാസിൽ അളന്നു മുറിച്ച് കണിശമായാണ് മത്സരിക്കാൻ സീറ്റുകൾ വാങ്ങിക്കൂട്ടിയത്. അവിടെ തന്നെ 52 സീറ്റുകളിൽ കിടന്ന് പണിയെടുക്കുകയാണ് കോൺഗ്രസ്. മാസങ്ങളോളം തമ്പടിച്ചു കിടന്നുകൊണ്ടും വോട്ട് ചോരി മുദ്രാവാക്യം ഉയർത്തിയും ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വോട്ടുറപ്പിക്കുന്നത്. അവിടെയാണ് ജയിച്ചേ അടങ്ങൂ എന്ന വാശിയിൽ സോണിയാഗാന്ധി തന്നെ നേരിട്ട് 40 പേരെ താരപ്രചാരകരാക്കി ഇറക്കുന്നത്. ഇന്ത്യ മുന്നണിയുടെ കരുത്ത് കാട്ടാൻ കൂടിയാണ് സോണിയ ഈ 40 പേരെ ഇറക്കുന്നത്. പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ, മുതിർന്ന നേതാക്കളായ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, കനയ്യകുമാർ, സ്വതന്ത്ര MP പപ്പു യാദവ് എന്നിവർ അടങ്ങുന്നതാണ് ലിസ്റ്റ്. കൂടാതെ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരായ KC വേണുഗോപാൽ, ഭൂപേഷ് ബാഗേൽ, സച്ചിൻ പൈലറ്റ്, രൺദീപ് സുർജേവാല, സയ്യിദ് നസീർ ഹുസൈൻ, മുതിർന്ന നേതാക്കളായ അശോക് ഗെലോട്ട്, താരിഖ് അൻവർ, ഗൗരവ് ഗൊഗോയ്, മുഹമ്മദ് ജാവേദ്, അഖിലേഷ് പ്രസാദ് സിംഗ് എന്നിവരും പട്ടികയിലുണ്ട്. 2 ഘട്ടങ്ങളായി നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ഘട്ടം നവംബർ 6-നും രണ്ടാമത്തേത് 11-നും നടക്കും. നവംബർ 14-ന് ഫലം പ്രഖ്യാപിക്കും. RJD, കോൺഗ്രസ്, ഇടതുപക്ഷ പാർട്ടികൾ എന്നിവ പ്രധാന കക്ഷികളായുള്ള ഇന്ത്യ സഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി RJD നേതാവ് തേജസ്വി യാദവിനെയും കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു.